അതാണ് DXN. ആ സിസ്റ്റത്തിലേക്ക് കടന്നു വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊള്ളുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ജയ് DXN. താങ്ക് യു. താങ്ക് യു വെരി മച്ച് വിനീത് സാർ. താങ്ക് യു വെരി മച്ച് സാർ. നമുക്ക് വേണ്ടിയിട്ട് DXN എന്ന കമ്പനിയെ പറ്റിയിട്ടും കൂടാതെ DXN എന്ന കമ്പനിയിൽ ബിനീഷ് കുമാർ എന്ന വ്യക്തി നടന്ന വഴികൾ, പോയ പാതകൾ, പോയ രാജ്യങ്ങൾ ഒക്കെ ബിനീഷ് സാർ പറഞ്ഞു തന്നു. കാരണം എല്ലാവരുടെയും ഹാർഡ് വർക്കിന്റെ ഒരു ഫലമാണ് അവരുടെ ജീവിതത്തിലെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്നിലേക്ക് അവരൊരു പാത കാണിച്ചു തന്നു കഴിഞ്ഞു. സോ ആ ഒരു പാതയുടെ സഞ്ചരിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. DXN ഹൃദയത്തോട് ചേർത്ത് വെക്കുക. അതിന്റെ കൂടെ തന്നെ നമ്മൾ വളരെ ഭംഗിയായിട്ട് തന്നെ DXN ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുക. സക്സസ് ബിനീഷ് സാറിന് ഇനിയും കൂടെ സക്സസ്ഫുൾ ആയി മാറട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച് ബിനീഷ് സാർ വൺസ് അഗെയിൻ. സോ വി ആർ മൂവിംഗ് ഓൺ ടു ചീഫ് ഗസ്റ്റ്. നമ്മുടെ ചീഫ് ഗസ്റ്റ് എത്തിയിട്ടുള്ള ശ്രീ മുരളി സാർ. അദ്ദേഹം നമുക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ സെഷൻ നമുക്ക് അവതരിപ്പിക്കുന്നതാണ്. മുരളി സാർ, വെൽക്കം. മുരളി സാർ, good morning sir. Good morning. Good morning. Good morning sir. Good morning. Please good morning. Yeah. Thank you Shambai. Good morning to each one of you. ബിനീഷ് സാറിന്റെ സെമിനാർ കേട്ടപ്പോൾ മലയാളത്തിൽ എങ്ങനെ നിങ്ങളുടെ ഇത് കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു ഡൗട്ടിൽ ഇരിക്കുകയാണ്. എങ്കിലും I will try my maximum to fulfill with Malayalam only. Okay, see if there is any mistake, please excuse me. So in advance I'm saying the sorry. ഈ പ്രസ്ഥാനത്തിലേക്ക് നമ്മുടെ സിറാജുദ്ദീൻ ഭായി ഇങ്ങനെ ഒരു ഉത്സവത്തില് നിങ്ങളെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ക്ഷണിക്കണം എന്ന് കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. So thanks to Mr. Sirajuddin, one of the great dedicated leader of Kerala, and thanks to our Shambai in charge of Kerala. Thanks to our Rahul Bhai, our marketing manager of South India, and of course our Rafiq sir, IMD of DXN India, and our great leader, Executive Crown Diamond, Mr. Binish ji. എല്ലാവർക്കും എൻ്റെ ഡീപ് ഹാർട്ടിൽ നിന്നും എൻ്റെ ഒരു ഗുഡ് മോർണിംഗ് ഫസ്റ്റ്. അല്ല ആൾസോ നമ്മളുടെ ഗുരുക്കന്മാരായിട്ടുള്ള വസുപ്പാൾ അയ്യ, ഡോക്ടർ രത്ന വസുപ്പാൾ, ഡോക്ടർ രഞ്ജൻ, അതുമാതിരി തന്നെ അവിടെയുള്ള നമ്മുടെ എല്ലാ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കേരള ലീഡേഴ്സ്, ഓൾ മെമ്പേഴ്സ് ആൻഡ് ഓൾ അപ്കമിങ് മെമ്പേഴ്സ് ഹു ആർ ലൈക്ലി ടു ജോയിൻ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സന്തോഷമായിട്ടുള്ള ഒരു ഗുഡ് മോർണിംഗ്. ഇവിടെ എനിക്ക് തന്നിട്ടുള്ള കർമ്മം, ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരു പാലക്കാട്ടിൽ നിന്ന് ഒരു കുഗ്രാമത്തിൽ നിന്നും ചാക്കേറിയിട്ടുള്ളതാണ് ജീവിതത്തിന് വേണ്ടിയിട്ട്. അച്ഛനും അമ്മയും എല്ലാം വേണ്ടതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മൾക്ക് നമ്മളുടേതായ കായലിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തെങ്കിലും സമ്പാദിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ 20ാമത്തെ വയസ്സിൽ പാലക്കാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് ചാക്കേറി. ഡൽഹിയിൽ വന്ന് അവിടെ ഒരു 2001 വരെ അവിടെ ഡൽഹിയിൽ വർക്ക് ചെയ്തു. ഡൽഹിയിൽ നിന്ന് പിന്നെ അഹമ്മദാബാദിലേക്ക് പോയി. അങ്ങനെ പല രാജ്യങ്ങളും കറങ്ങി ഒരുവിധം നമ്മളുടേതായ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നടത്തി. ഒരു ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു 5 സ്റ്റാർ കാറ്റഗറി ഹോട്ടലിൽ ഒരു 19 വർഷത്തെ എക്സ്പീരിയൻസ് നേടിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് വിത്ത് ദ ബ്ലെസ്സിങ് ഓഫ് മിസ്റ്റർ PL സുനിൽകുമാർ ആൻഡ് മിസ്റ്റർ മാത്യു കാവാലം, അവർ മാനേജിംഗ് ഡയറക്ടർ നൗ ഇൻ ഗൾഫ് റീജിയൻ, അവരുടെ സഹായത്തോടു കൂടെ ഞാൻ ബഹ്റിനിൽ 2004 എത്തിപ്പെട്ടു. അങ്ങനെ വരുമ്പോൾ എനിക്ക് DXN'േതായ യാതൊരുവിധ നോളജും എനിക്ക് സത്യാവസ്ഥ പറഞ്ഞാൽ ഇല്ലായിരുന്നു. പബ്ലിക് റിലേഷൻ ആൻഡ് ദ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി, ദാറ്റ് ഈസ് മൈ ഓൺലി വെപ്പൺ ബട്ട് ഐ ഗോട്ട് ഇറ്റ്. എൻ്റെ കയ്യിലുള്ള ആയുധം വെച്ചുകൊണ്ട് DXN'ൽ വന്നു. ബട്ട് റിയലി ഐ എം എ ലക്കി പേഴ്സൺ. ഇതേമാതിരിയുള്ള ഒരു പ്രസ്ഥാനത്തിൽ വന്ന് പെട്ടതുകൊണ്ട് എൻ്റെതായ കാരിയർ ഞാൻ വിചാരിച്ചതിലും അപ്പുറം എന്ന് വെച്ചാൽ നോട്ട് പൊസിഷൻ വൈസ്, നോ മണി ബേസ്, ദ നോളേജ് ലേണിംഗ്, ആ നോളജ് കരസ്ഥമാക്കാൻ പറ്റിയത് DXN വന്നതിന് ശേഷം ദ ഗ്രേറ്റ് ലീഡേഴ്സ്, നിങ്ങളെ പോലുള്ള ഓരോ ലീഡേഴ്സുകളിൽ നിന്നും കിട്ടിയിട്ടുള്ള നോളജാണ് ഇന്നിപ്പോ ഒരു കൺട്രിയിലെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് നിങ്ങളുടെ ഒരു അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം DXN മിഡിൽ ഈസ്റ്റ് മാനേജ്മെന്റ് എന്റെ കയ്യിൽ തന്നിട്ടുള്ള റെസ്പോൺസിബിലിറ്റി. അപ്പൊ ഈ റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തേണ്ട ഒരു സർവീസ് ആണത്. The first general manager of DXN Middle East, Mr. Francis Pattam, he teach me something like that. Murali, this is നമ്മളെ
വിശ്വസിച്ച് നമ്മളുടെ കൂടെ കുറെ ആൾക്കാർ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് മാക്സിമം നമ്മളുടെ ടൈം അവർക്ക് നമ്മൾ കവർ ചെയ്ത് അവരുടേതായ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ആ ഒരു ഗുരുമന്ത്രമാണ് എനിക്ക് ആദ്യം മിസ്റ്റർ ഫ്രാൻസിസ് പട്ടം എനിക്ക് പറഞ്ഞു തന്നത്. അത് ആ കൊടിയെ മാത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് എന്നാൽ കഴിയുന്ന മാക്സിമം ടൈം ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കിട്ടിയിട്ടുള്ള ഒരു മഹാഭാഗ്യം എന്ന് വെച്ചാൽ നമ്മളുടെ ഇപ്പോഴത്തെ പ്രസന്റ് മാർക്കറ്റിംഗ് ഡയറക്ടർ, യങ്ങസ്റ്റ് ഡയറക്ടർ ഓഫ് DXN, മാർക്കറ്റിംഗ് ഡയറക്ടർ മിസ്റ്റർ സലീം ഷാജി, under his leadership we are doing the best in DXN all over the world. It is a very proud to us be with the DXN Middle East team. The DXN Middle East team എന്ന് വെച്ചിട്ടുണ്ടെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ വ്യക്തികളെയും നന്നായിട്ട് അറിയാവുന്ന, കാരണം എല്ലാ കാര്യങ്ങളിലും ഏത് സമയത്ത് വേണമെങ്കിലും 24 hours they are ready to support us from the top to bottom, from our managing director Mr. Matthew Kavalam, then our marketing director Mr. Salim Shajir, and our marketing manager Mr. Shebi, our operation manager Mr. Sebastian, our training manager Mr. Gogan Joseph. These all people, we are really, I'm telling, it is a amazing team. ഞങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു ടീം വർക്ക് എന്ന് വെച്ചാൽ ആ DXN മാനേജ്മെന്റ് ടോപ്പ് മാനേജ്മെന്റിൽ കിട്ടുന്ന സപ്പോർട്ട് അത് ഓരോ കൺട്രിയിലും ഞങ്ങൾക്ക് ഊർജം പകർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഊർജം നിങ്ങളിൽ ഉള്ള ആളുകളിലേക്ക് എത്തിച്ച് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ എത്തുന്ന കാര്യങ്ങൾക്ക് സഹായിച്ച് ഏത് വിധത്തിൽ നിങ്ങളെ ഗൈഡ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും, അതിനുള്ള മഹാഭാഗ്യമാണ് ഈ കാരിയറിൽ കൂടെ എനിക്ക് കിട്ടിയിരിക്കുന്നത്. കാലങ്ങളായി വർക്ക് ചെയ്തു. പൈസ ഡൽഹിയിലായാലും അഹമ്മദാബാദിലായാലും പൈസക്ക് യാതൊരു കമ്മിയില്ലായിരുന്നു. പക്ഷെ ഈ കിട്ടുന്ന ബ്ലെസ്സിങ്, ഇറ്റ് ഈസ് ലൈക്ക് എ ചാരിറ്റബിൾ ജോബ്. ആൻഡ് അനദർ വൺ, ഇതിൽ കൂടെ ഈ ഇത്രയും നല്ലൊരു അമേസിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ പ്രൊഡക്റ്റിന്റെ പവർ, ദ പവർ ബൈ ദ പ്രൊഡക്റ്റ്. നമ്മൾ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരാൾക്ക് അവർക്ക് അവരുടെ വീട്ടിലുണ്ടാകുന്ന ചേഞ്ചുകൾ, അവരുടെ ഫാമിലികളിൽ ഉണ്ടാകുന്ന ചേഞ്ചുകൾ, അവരുടേതായ സിസ്റ്റത്തിൽ കൂടെ അവർ വളർന്നു വരുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷങ്ങൾ, അതൊക്കെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഞങ്ങളുടെ വീട്ടുകളിലും എത്തിച്ചേരുമ്പോൾ ഞങ്ങൾക്കും പല വിധത്തിലുള്ള സന്തോഷങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന ഈ ഒരു സിസ്റ്റത്തിൽ കൂടെ. പലവിധ ലീഡർമാരെയും പല ലീഡർ കൂടെ, ഇപ്പം ബിനേഷ് കുമാർ ജി പറഞ്ഞതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും സഞ്ചരിക്കാനുള്ള സാധ്യതകളും അതിപ്പോ DXNൽ വന്നിട്ടുള്ള ഒരിക്കൽ ഞാൻ സാധിക്കുന്നത് എനിക്കും തോന്നുന്നില്ല. ഞാനിപ്പോ ദിനേഷ് ജി പറഞ്ഞതുമാതിരി കുറെ രാജ്യങ്ങളെ DXന്റെ ടൂർ കൂടെ DSFക്ക് പോകുമ്പോൾ അതിന്റെ കൂടെ പോയി കുറെ രാജ്യങ്ങൾ ഞാനും കണ്ടു. അപ്പൊ കാരിയർ ഡെവലപ്മെന്റ്, ഇറ്റ് ഈസ് അമേസിംഗ് ഇൻ DXN. ഇറ്റ് ഈസ് എ ബ്ലെസ്സിങ് ഓഫ് ദ ഗ്രേറ്റ് മാനേജ്മെന്റ് ഓഫ് ഓൾ ഓവർ ദ വേൾഡ്. അതാണ് നമ്മുടെ DXന്റെ ഏറ്റവും വലുത്. DXN പ്രൊഡക്റ്റ് ആൻഡ് സിസ്റ്റം, ഈ രണ്ടും നമ്മൾക്ക് വിചാരിക്കുന്നതിലും അപ്പുറമാണ്. നമ്മൾ അതിനെ മനസ്സിലാക്കി ആഴത്തിൽ പോയി മനസ്സിലാക്കുകയാണെന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ചേഞ്ച് അവർ ലൈഫ്, ബട്ട് വി വാണ്ട് ടു കമ്മിറ്റഡ് ടു ഡു സംതിങ്. നമുക്ക് നമ്മളാൽ കഴിയുന്ന വിധത്തിൽ, അത് ഏത് വിധത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റും, അത് നമ്മൾ തന്നെ തീരുമാനിച്ച് നമ്മൾ തന്നെ അതിനൊരു പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാനിനെ നമ്മുടെ DXN പ്ലാനിനോട് ചേർത്ത് നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ, ഇപ്പൊ ഇതുമാതിരി വന്നിട്ടുള്ള മഹാമാരി കോവിഡ്, ഇതൊക്കെ ലോകത്തിലെ റിയലി ഞങ്ങളെയൊക്കെ ഗൾഫുകാരെ പറ്റിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഗൾഫ് ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും പൈസ ഉണ്ടാക്കുന്ന ഒരു യന്ത്രം. ഇവിടുന്ന് പൈസ ഉണ്ടാക്കി നാട്ടിൽ കൊണ്ടുപോയി നമ്മൾ അവിടെ ഇടുന്നു, അവിടെ നമ്മളെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. പക്ഷെ ഇവിടുന്ന് മടങ്ങിപ്പോകുന്ന ഏകദേശം ഗൾഫുകാരനും ഒരു രോഗിയായിട്ടാണ് അവിടേക്ക് മടങ്ങി വരുന്നത്. എല്ലാവരും രോഗത്തിന്റെ PhD എടുത്തിട്ടുള്ള ആൾക്കാരായിട്ടാണ് മടങ്ങി വരുന്നത്. നമ്മുടെ DXN പ്രസ്ഥാനത്തിലൂടെ എന്റെ ഏറ്റവും ഒരു വളരെ സന്തോഷമായിട്ടുള്ള ഒരു മുഹൂർത്തം എനിക്ക് DXL ഉണ്ടായിട്ടുള്ളത്, എന്റെ ഫാദർ, നൗ ഹീസ് മോർ ദാൻ 100 years now he is close. ഒരു 10 വർഷം മുന്നേ അദ്ദേഹത്തിന് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെതായ അറ്റാക്ക് വന്നു. അപ്പൊ എന്തായാലും നമ്മളുടേതായ ആളുകാർക്ക് അങ്ങനെയുള്ള രോഗം വരുന്ന സമയത്ത് പേടി ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിനെയും കൊണ്ട് അമല ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. അപ്പൊ അന്നത്തെ സമയത്ത് നമ്മുടെ ഡോക്ടർ ജനാർദ്ദനൻ അവിടെ ഡയറക്ടർ ആയിരുന്നു. മൂപ്പർ പറഞ്ഞു, മുരളി, യു ആർ എ ഫണി ഗായ്. ഇത്രയും നല്ലൊരു സാധനം നിന്റെ കയ്യിലിരിക്കുമ്പോൾ നിന്റെ അച്ഛനെ ഇത്രയും വയസ്സായിട്ടുള്ള ആളെ നീ അമല ഹോസ്പിറ്റലിലേക്ക് ക്യാൻസറിന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അന്ന് നമുക്ക് ഗൾഫ് കൺട്രിയിൽ 22 ഗ്രാമിന്റെ മഷ്റൂം ഉണ്ടായിരുന്നു. ഒരു ദിവസം 22 ഗ്രാം മഷ്റൂം വെച്ച് കൊടുക്കാൻ തുടങ്ങി. 42 ദിവസം 45 ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ സ്കാനിങ് റിപ്പോർട്ടിന് പോയപ്പോ
ഇറ്റ് ഈസ് എ അമേസിംഗ് റിപ്പോർട്ട്. ഡോക്ടർമാർ പറഞ്ഞു കീമോതെറാപ്പിയുടെ ആവശ്യമില്ല, സ്പ്രെഡ് ആവാനുള്ള സാധ്യതകൾ കംപ്ലീറ്റ് കമ്മിയായി. ഇറ്റ് ഈസ് ബിഫോർ 10 years. ഇന്ന് ഏറ്റവും ഉത്തമ ആരോഗ്യവാനായിട്ട് അന്നത്തെ ആ ദിവസം ഡോക്ടറെ കീമോതെറാപ്പി വേണ്ട, മടക്കി കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ ആ ദിവസം, അന്ന് മുതൽ എൻ്റെ ഹാർട്ടിൽ DXN, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി അതേമാതിരി അടുത്ത് പിടിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തോട് ഞങ്ങൾ വളർന്നു വരുന്നത്. അപ്പോ പ്രൊഡക്റ്റ് ചെയ്യുന്ന ഗുണങ്ങള്, ആ മഹത്തായ ഗുണങ്ങളെ നമ്മുടെ ആളുകൾക്ക് പകർന്നു കൊടുക്കുക, അതാണ് ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ മഹാഭാഗ്യം. ഇത്രയും നല്ലൊരു സാധനത്തിനെ പറ്റി, ഇത്രയും നല്ലൊരു സിസ്റ്റത്തിനെ പറ്റി ഒരു കൺട്രിയിൽ ഇരുന്നു കൊണ്ട് പല രാജ്യങ്ങളിലുള്ള ആളുകൾക്കും പല വിധത്തിലുള്ള സഹായങ്ങളും എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നത് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും കിട്ടുന്ന ഒരു വലിയ മഹാഭാഗ്യം തന്നെയാണത്. പൈസ നമ്മൾ ഉണ്ടാക്കിയാൽ ഉണ്ടാവുന്നതാണ്, പക്ഷെ ഇതുമാതിരിയുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ വളരെ വിഷമമാണ്. പിന്നെ നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നമ്മൾ വിചാരിച്ചാൽ നമ്മൾക്ക് ഉണ്ടാക്കാൻ കഴിയാവുന്ന സാധനമാണോ. നമുക്കത് ഏത് വിധത്തിൽ വേണമെങ്കിലും നമുക്കതിനെ കൺവേർട്ട് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഗൾഫ് കൺട്രിയിൽ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെച്ചാൽ പല കൺട്രികളിൽ നിന്ന് ആൾക്കാർ, ഇന്നിപ്പോ നമുക്ക് ഒരു 4 ലക്ഷത്തിൽ പരം കേരളൈറ്റ്സ് നമ്മുടെ കുവൈത്തിലുണ്ട്. ഈ കോവിഡ് മഹാമാരി സമയത്ത് പല ആളുകൾക്കും, പല ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾക്കും ജോലികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് നമ്മുടെ DXN പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പലർക്കും അതിനെ പിടിച്ചു നിൽക്കാനും അവരുടെ ആരോഗ്യം പിടിച്ചു നിർത്താനും പല വിധത്തിലുള്ള ഉപകാരങ്ങളും കിട്ടിയിട്ടുണ്ട്. ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റിയിലെ നമ്മൾ DXNന്റെ ഏറ്റവും വലിയ ഒരു ഉത്തമമായ മഹാഭാഗ്യമാണ് വൺ വേൾഡ് മാർക്കറ്റിൽ കൂടെ നമ്മളൊരു മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മൾ അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ ഏത് വിധത്തിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് നമ്മൾ നമ്മുടെ ലീഡർമാരിൽ മുഖാന്തരം നമ്മൾ അതിനെ മനസ്സിലാക്കി ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂർ സമയം, ഇഫ് യു ആർ ഡെഡിക്കേറ്റഡ് ടു ഡു സംതിങ് സ്പെഷ്യൽ ഫോർ അവർ ലൈഫ് വിത്ത് എ പ്ലാൻ, നമുക്ക് ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്താൽ ഇന്ന വിധത്തിൽ എത്തുന്നത് നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗുരുക്കന്മാരായ ഒരുപാട് ലീഡർമാര് 24 hours they are dedicated to support us. ഈ ഉയർന്നു വരുന്ന മെമ്പർമാരും പുതിയതായി ജോയിൻ ചെയ്തിട്ടുള്ള മെമ്പർമാരും ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഗൾഫ് കൺട്രിയിലുള്ള നിങ്ങളുടെ കണക്ഷനുകളെ ഒരു പേപ്പറിൽ എഴുതി നിങ്ങളുടെ ലീഡർമാരുടെ കൂടെ ഇരുന്നിട്ട് ജസ്റ്റ് ഡിസ്കസ് വിത്ത് ദം. ഞങ്ങളുടേതായ ആളുകൾ ഗൾഫ് കൺട്രികളിലുണ്ട്. ഇന്ന് ഗൾഫ് കൺട്രിയിൽ ഒരു മെമ്പർ, ഞാനൊരു 2004 ഓപ്പണിംഗിലേക്ക് എൻ്റെ ഒരു ശ്രദ്ധ ഞാൻ തിരിച്ചു കൊണ്ടുപോവാണ്. ഞാൻ ഗൾഫ് കൺട്രിയിലെ കുവൈത്തിലെ ഓഫീസ് തുറക്കാൻ നമ്മുടെ ഓഫീസിന്റെ റിബൺ കട്ടിങ്ങിന് വേണ്ടി നമ്മുടെ ഫസ്റ്റ് ക്രൗൺ അംബാസഡർ ഓഫ് DXN ഗൾഫ്, സോ മിസ്റ്റർ എബി ജോസഫ്, മൂപ്പരെ റിബൺ കട്ട് ചെയ്യാൻ വേണ്ടി വന്നു. റിയലി ഐ സല്യൂട്ട് ടു ദാറ്റ് ഗായ്. മൂപ്പരുടെ ആ മഹത്തായ ഒരു വർക്ക് കുവൈത്തിന് വേണ്ടി കിട്ടിയിട്ടുള്ളത് എനിക്കൊരു മഹാഭാഗ്യമാണ്. അന്ന് വന്ന അദ്ദേഹം ഒരു അറബ് മെമ്പറെ ഉണ്ടാക്കിയിട്ട് പോയത്. ഇന്ന് ഗൾഫ് കൺട്രിയില് അദ്ദേഹത്തിന്റെ താഴെ ഇറ്റ്സ് മോർ ദാൻ 45,000 അറബ് മെമ്പേഴ്സ്. ഒരു സീഡ് മൂപ്പർ എനിക്ക് തന്നിട്ട് പോയിട്ടുള്ള ആ സീഡിനെ ഞാൻ വളർത്തി ഇന്ന് അതൊരു മഹത്തായ ഒരു ലൈനായി മാറിയിട്ടുണ്ട് മിസ്റ്റർ എബി ജോസഫിന്റെ. സോ ഹീസ് എ ഡെഡിക്കേറ്റഡ് പേഴ്സൺ. കേരളത്തിൽ ഇരുന്നാലും ഗൾഫിൽ ഇരുന്നാലും എവിടെ ഇരുന്നാലും അവരുടേതായ മെമ്പർമാരെ മോട്ടിവേറ്റ് ചെയ്ത് അവർക്ക് വേണ്ട സഹായങ്ങൾ ഞങ്ങളിലൂടെ അവർക്ക് എത്തിച്ചു കൊടുത്ത് അവരെ വളർത്തി ഇന്ന് വി ക്യാൻ ഇമാജിൻ ഇറ്റ് ഈസ് മോർ ദാൻ 5 to 6 lakhs ഓഫ് ഇൻകം ഫോർ ദ അറബ് പീപ്പിൾ ദേ ആർ ടേക്കിംഗ്. അതുമായി തന്നെ നമ്മളുടെ നേപ്പാളികളായാലും ബംഗാളികളായാലും എല്ലാവരും വളർന്നു വരുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ കൺട്രിക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പൊ ഈ കേരളോത്സവത്തിൽ കൂടെ ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിഞ്ഞതിന് ഒരു മഹാഭാഗ്യമാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും 24 മണിക്കൂറും നമ്മളുടെ ശാംബായിയെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ കോണ്ടാക്ട് നമ്പേഴ്സ്, ഞങ്ങളുടെ എല്ലാവിധ അഡ്രസ്സും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്ത് നിങ്ങളുടേതായ ആളുകളെ നമ്പർ അല്ലെങ്കിൽ അവർക്ക് ചെയ്യേണ്ട സഹായങ്ങള് ഞങ്ങളിൽ എത്തിച്ചു തരികയാണെങ്കിൽ അത്ര മാത്രമേ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. അവരെ ഏത് വിധത്തിൽ മോട്ടിവേറ്റ് ചെയ്ത് ഏത് വിധത്തിൽ അവരെ കൈകാര്യം ചെയ്ത് ഇത് പറഞ്ഞു കൊടുത്ത് അവരെ വളർത്തിക്കൊണ്ടുവരേണ്ടതായ കടമ നിങ്ങളുടേതായ ഒരു റെപ്രസെന്റേറ്റീവ് ഓഫ് DXN എന്നുള്ള നിലയ്ക്കും നിങ്ങളുടേതായ അസിസ്റ്റൻസ് എന്ന ഒരു രൂപത്തിന്റെ നിലയ്ക്കും ഞങ്ങൾ അത് ചെയ്തു തരാൻ കടപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇറ്റ് ഈസ് റിയലി ജസ്റ്റ് എ ലിബറൈസ് സിസ്റ്റം. നൗ നമ്മളുടെ മീഡിയ
ഫ്രീ മീഡിയ ആണ്. നിങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് ഒരു വാട്സപ്പ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് കേരളത്തിൽ നിന്നൊരു 50-ൽ കൂടുതൽ ഗ്രൂപ്പ് എനിക്കുണ്ട്. പലവിധ നല്ല ലീഡർമാരും അവിടെ ഇരുന്നുകൊണ്ട് അവരുടേതായ മെമ്പർമാരെ എനിക്ക് അവരുടേതായ മോട്ടിവേഷന് വേണ്ടി അയച്ചു തരും. അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും. അങ്ങനെ കുറേശ്ശെ അവരുടേതായ ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കിട്ടാനുള്ള സാധ്യതകൾ ഗൾഫിൽ കൂടുതലാണ്. വൈ ഗൾഫ് റീജിയൻ? നമ്മൾ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഒരു കേരളത്തുകാരനെ മാത്രമേ മെമ്പർ ആക്കാൻ പറ്റുകയുള്ളൂ. ബട്ട് ഗൾഫ് കൺട്രിയിൽ ഇറ്റ് ഈസ് അമേസിംഗ്. ഇറ്റ് ഈസ് മോർ ദാൻ 20-25 കൺട്രി പീപ്പിൾ ആർ ഹിയർ. ഒരു 20-25 കൺട്രികളിൽ കൂടുതലുള്ള ആളുകൾ ഇവിടെയുണ്ട്. അപ്പൊ ഏത് കമ്മ്യൂണിറ്റി വേണമെങ്കിലും നമുക്ക് കേരളത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ പരിചയം, നിങ്ങളുടേതായ ലീഡർ മുഖാന്തരം അല്ലെങ്കിൽ നിങ്ങളുടേതായ റെഫറൻസ് പേഴ്സൺ മുഖാന്തരം ഞങ്ങളിലേക്ക് എത്തിച്ചു തരികയാണെങ്കിൽ അവർക്ക് വേണ്ടുന്നതായ എല്ലാവിധ സപ്പോർട്ടും it is a really from all over the Gulf, and that is the power of the DXN Middle East management. The under control of one umbrella, Mr. Salim Shajir and his team is doing the amazing work, including me on that team. We are trying our best. ഞങ്ങളാൽ കഴിയുന്ന മാക്സിമം സഹായങ്ങളും നമ്മളുടേതായ സ്റ്റേറ്റിലെ നമ്മളുടേതായ മലയാളികൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തു കൊടുക്കാൻ കടപ്പെട്ടവരാണ്. ഏത് സമയവും ഞങ്ങൾ അത് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിനുള്ള കണക്ഷൻ, ഹൗ ടു യൂസ് ദ ലിവറേജ് സിസ്റ്റം, അത് നമ്മളിൽ നിന്നും തന്നെത്താൻ ഉത്ഭവിക്കേണ്ട ഒരു സാധനമാണ്. നമ്മൾക്ക് നമ്മളുടേതായ ജീവിതത്തിൽ ഒരു പ്ലാൻ വേണം. ഇപ്പൊ കോവിഡ് 2019 വന്നു കഴിഞ്ഞപ്പോ നമ്മളിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ചുകൾ, ഈ ചേഞ്ചാണ് ഇന്നലെയിൽ നിന്ന് ഇന്നലേക്ക് കടന്നപ്പോൾ ഇനി അത് നാളേക്ക് എങ്ങനെ കടന്നു പോകും. സോ ഡോണ്ട് ഫോർഗെറ്റ് ഇൻ അവർ ലൈഫ് യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ടുമോറോ. ദിസ് ഈസ് എ ഗ്രേറ്റ് പില്ലേഴ്സ് ഇൻ അവർ ലൈഫ്. ഈ 3 സാധനങ്ങളെയും ഇന്നലെയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പരിചയത്തിനെ ഇന്ന് യൂസ് ചെയ്തുകൊണ്ട് നാളേക്ക് അതിനെ എങ്ങനെ നമ്മൾ മറ്റുള്ളവരിലേക്ക് കൈമാറി നമുക്ക് ഈ സിസ്റ്റത്തിൽ കൂടെ, ഇറ്റ് ഈസ് എ അമേസിംഗ് സിസ്റ്റം. ഇവിടെ ഗൾഫ് കൺട്രിയിലെ നേപ്പാളികളെ, ബംഗാളികളെ അവര് വളർന്നു വരുന്ന കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ത്യയിലെ ഒരു 30,000 രൂപ 40,000 രൂപയ്ക്കുള്ള സാലറിയാണ് ഇന്ന് ഒരു ഇവിടെ ക്ലീനർ ജോബായിട്ട് ചെയ്യുന്ന ആൾക്കോ മറ്റല്ലോ കിട്ടുന്നത്. പക്ഷെ അവരിൽ നമ്മളുടെ സിസ്റ്റത്തിൽ കൂടെ അവരതിനെ പ്ലാനോട് കൂടെ വർക്ക് ചെയ്ത് അവരുടെ സാലറിയേക്കാൾ കൂടുതൽ 3 മടങ്ങ് കൂടുതൽ സാലറി അവരെടുക്കാൻ തയ്യാറാണ്, ഇന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കോവിഡ് സമയത്ത് പലവരും ജോലി നഷ്ടപ്പെട്ടുള്ള നേപ്പാളികളെ, ബംഗാളികളെ എന്നൊക്കെ അവർ നാട്ടിൽ പോയിരിക്കുന്നുണ്ട്. അവർക്ക് നമ്മുടെ ഗൾഫ് കൺട്രിയിലുള്ള അവരുടെ ടീം യൂസ് ചെയ്യുന്ന കോഫി, ടൂത്ത് പേസ്റ്റ്, ഷാംപൂ ഇത് മുഖാന്തരം അവർക്ക് അവരുടെ നാട്ടിലൊരു പെൻഷൻ ഇൻകം എന്ന് വെച്ചിട്ടുണ്ടെച്ചാൽ അവർക്കും അവരുടെ കുടുംബത്തിനും കഴിയാനുള്ള വിത്തൗട്ട് ജോബ് അവര് ഒരു 2 വർഷം ഇരുന്ന് കഴിഞ്ഞാലും കണ്ടിന്യൂറ്റി അവർക്ക് അത് കിട്ടിക്കൊണ്ടിരിക്കണു. അവരുടേതായ കൺട്രിയിൽ ഇരുന്നുകൊണ്ട് അവരുടേതായ വർക്കുകൾ DXN വേണ്ടത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ ടീം ഞങ്ങളാണ് അവർക്ക് അപ്ലൈന്. ഞങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് അവർക്ക് അവരുടെ ടീമിന് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്ത് ആ ടീമിനെ വളർത്തുമ്പോൾ അവിടുന്ന് അവർ വിളിച്ച് സാർ ഒരു ഗുഡ് മോർണിംഗ് പറയുമ്പോൾ ആ കിട്ടുന്ന സന്തോഷം, അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അസറ്റ്. So don't go through for the membership in advance. Make the relationship. നമ്മൾ ചെയ്യേണ്ടത് മാർക്കറ്റിംഗ് ഈസ് എ ഇൻഫ്ലുവൻസ്. നമ്മളുടേതായ ഇൻഫ്ലുവൻസ് നമ്മളുടേതായ ടീമിലും നമ്മളുടെ പരിചയക്കാരിലും കുറേശ്ശെ വളർത്തിയെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ കൺട്രികളിലുള്ള മാനേജർമാരും എല്ലാ സ്റ്റാഫും ഇറ്റ് ഇസ് എ ഡെഡിക്കേറ്റഡ് ടീം ഇൻക്ലൂഡിങ് ഫ്രം ടോപ്പ് ടു ബോട്ടം. ഈവൻ ക്ലീൻ ചെയ്യാൻ നിൽക്കുന്ന DXN നിൽക്കുന്ന ആളെ പോലും നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുകയാണ് DXN മിഡിൽ ഈസ്റ്റ് എന്ന് വെച്ചാൽ അവർ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് വേണ്ടതായ സഹായ സഹകരണങ്ങളെല്ലാം ചെയ്ത് നിങ്ങളുടെ ടീമിനെയും വളർത്താൻ എല്ലാ സഹായങ്ങളും ചെയ്തു തരാൻ തയ്യാറാണ്. ജസ്റ്റ് വി വാണ്ട് ടു ടേക്ക് one step ahead. Now Mr. Shamji, he is doing really a great work, and Mr. Rahulji, he is doing a great work, and all over the Kerala, the leaders, they are not sleeping 1 minute. ഇതൊക്കെ ഞങ്ങൾ നിങ്ങളുടേതായ കാര്യക്രമങ്ങളോടെ ഞങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളും ഇതേമാതിരി തന്നെ രാവപകലൊന്നില്ലാതെ ഇപ്പോഴും ഐ ആം ഓൺ ഡ്യൂട്ടി. കാരണം ഡ്യൂട്ടി സമയത്താണെങ്കിൽ പോലും ഈ റിക്വസ്റ്റിൽ കൂടെ നിങ്ങളിലേക്ക് വരാൻ അതൊരു മഹാഭാഗ്യം എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ നമ്മൾ മുഖാന്തരം 10 ആളുകൾക്ക് അവരുടേതായ ലൈഫ് ചേഞ്ചിങ്ങിനുള്ള ഒരു ചാൻസ് ആണത്. നമ്മൾ ഡയറക്റ്റ് കാണാൻ നമുക്ക് എപ്പോഴും കഴിയില്ല. പക്ഷെ കോവിഡ് 2019 നമ്മൾക്ക് ഇപ്പൊ ഉണ്ടാക്കി തന്നിട്ടുള്ളതും ടെക്നോളജി നമുക്ക് വരുത്തി കൊണ്ടുവന്നിട്ടുള്ളതും നമുക്ക് ഇന്റർ കണക്ഷൻ ആവാൻ വേണ്ടി ഒരുവിധം 10 പൈസ ചെലവാക്കാതെ തന്നെ ഏത് കൺട്രിയിൽ ഇരിക്കുന്ന ആൾക്കാരെ ഏത് വിധത്തിൽ കോണ്ടാക്ട് ചെയ്ത് നമ്മളുടെ ടീമിനെ വളർത്താൻ 10 പൈസ ചെലവാക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരു സമയം കൂടെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ബട്ട് വി വാണ്ട് ടു ഡെഡിക്കേറ്റഡ്
to do something ourselves. ഇപ്പൊ ഇവിടെ നമ്മുടെ നേപ്പാളികളായാലും ബംഗാളികളായാലും അവര് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെച്ചാൽ ഇറ്റ്സ് എ സിമ്പിൾ വർക്ക്. ദേ ആർ റെഡി ടു സെയിൽ വൺ പ്രോഡക്റ്റ് എവറി ഡേ. ഒരു ടൂത്ത് പേസ്റ്റ്, ഒരു ഷാംപൂ അല്ലെങ്കിൽ ഒരു സോപ്പ് ഒരു ദിവസം അവർ വിറ്റിരിക്കും. അതാണ് അത് അവരുടേതായ ചാലഞ്ചബിൾ ജോബ്. ആ ഒരു ടൂത്ത് പേസ്റ്റ് ഒരു ഷാംപൂ വെക്കുമ്പോൾ 30 ദിവസം 30 പ്രൊഡക്റ്റ് വെക്കുമ്പോൾ അവരുടേതായ പേഴ്സണൽ PV 10 പൈസ ചെലവാകാതെ അവർക്ക് റീറ്റെയിൽ പേസ്റ്റിന്റെ ഇൻകം കൂടെ അതിൽ കൂടെ കിട്ടുന്നുണ്ട്. 10 പൈസ ചെലവാകാതെ അവരുടെ പോക്കറ്റിൽ നിന്ന് they are doing the business and they are sending their money without spending anything to their own home. നമ്മളുടേതായ കേരള കമ്മ്യൂണിറ്റിയിലേക്ക് വരികയാണെങ്കിൽ അവരിൽ നമ്മളിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പല കാര്യങ്ങളും അവർക്ക് വേണ്ടി നമ്മൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി വിത്ത് വൺ വേൾഡ് വൺ മാർക്കറ്റ് സിസ്റ്റം എനിവേ നമ്മളുടേതായ കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. ഒരു സീഡ് നിങ്ങൾ ഗൾഫ് കൺട്രിയിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ അല്ലെങ്കിൽ ഏത് സ്ഥലങ്ങളിലായാലും പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നമുക്ക് കിട്ടുന്ന ഇൻകം ഒരു ടീം വളർന്നു വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് എ അമേസിംഗ് ഇൻകം. അപ്പൊ സിസ്റ്റത്തിനെ മനസ്സിലാക്കാനുള്ള സഹിഷ്ണുത നമ്മളുടേത്, അതിനുള്ള പേഷ്യൻസ് വേണം. ആൻഡ് കളക്ട് ദ നോളേജ് through our respected leaders, through nowadays in our customer service system, our website, there are many things. എല്ലാവിധ കാര്യങ്ങളും really we salute to our Dr. Lim. He is time to time he is supporting with all the technologies and all the informations. എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തുകൊണ്ട് ഇതുമാതിരിയുള്ള ഉത്തമമായിട്ടുള്ള ഒരു കമ്പനിയിൽ നമ്മൾ എല്ലാവരും ഒരു ഫാമിലി മെമ്പേഴ്സ് ആയി നമ്മളുടേതായ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കിട്ടിയാൽ നമ്മൾ എല്ലാവരും ദൈവത്തിനോട് സ്തുതി പറയേണ്ടതാണ്. ഗൾഫ് രാജ്യങ്ങളിൽ പർച്ചേസിങ് കപ്പാസിറ്റി കൂടുതലുള്ളത് കൊണ്ട് നിങ്ങളിൽ മുഖാന്തരം ഒരു മെമ്പർ നിങ്ങളുടെ ടീമിൽ വളരുകയാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴുള്ള ബോണസിന്റെ ഒരു 10 to 15% ബോണസ് വിത്തിൻ 2 to 3 month time you can change it. ആ ഒരു സീഡ് നിങ്ങൾ ഇട്ടതിന് ശേഷം അല്ലെങ്കിൽ ആ സീഡിന്റെ ഉത്ഭവം എവിടെയാണ് കേരളത്തിൽ, അതൊന്ന് കുവൈത്തില് അല്ലെങ്കിൽ ഗൾഫ് കൺട്രികളില് ഞങ്ങൾ മുഖാന്തരം അത് പറഞ്ഞു തരാണ്. വി ആർ റെഡി ടു കോണ്ടാക്ട് ദാറ്റ് പീപ്പിൾ, വി വിൽ ഇൻവൈറ്റ് ദം, ജസ്റ്റ് യു മോട്ടിവേറ്റ് ദാറ്റ് പീപ്പിൾ. പക്ഷെ അതിനു മുമ്പായി ഈ പ്രസ്ഥാനം എന്താണ്, ഈ പ്രസ്ഥാനത്തിൽ കൂടെ നമുക്ക് കിട്ടാം, അതൊരു ചെറിയൊരു രൂപരേഖ അവരിൽ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളിലേക്ക് എത്തിക്കണം. ഇത് ഒരു മരുന്ന് എന്നുള്ള രൂപത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാതെ നമ്മുടെ നിത്യോപയോഗ ജീവിതത്തിൽ ഇറ്റ് ഈസ് എ ഡെയിലി യൂസിങ് മെറ്റീരിയൽ. നമ്മൾ കെമിക്കൽ പ്രൊഡക്റ്റ് വാങ്ങിച്ച് കഴിക്കുന്നത് ഇത്രയും നല്ല ഉത്തമമായിട്ടുള്ള ഒരു മഷ്റൂം പൗഡർ അതിലിട്ടിട്ടുണ്ട്, അതുമാതിരി സ്പൈറലിന, മുറിഞ്ചി, ഇതെല്ലാം നമ്മളുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിനെ വേണ്ടിയിട്ട്. ഇന്ന് യു ക്യാൻ ബിലീവ് ഇറ്റ് ഓർ നോട്ട്, ഗൾഫ് കൺട്രികളിൽ ഇമ്മ്യൂണിറ്റി പ്രൊഡക്റ്റിന് വേണ്ടി ആളുകൾ ചന്തയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നത് മാതിരിയാണ് തെരഞ്ഞുകൊണ്ട് നടക്കുന്നത്. Now the people are come up with, so this is the perfect time. നമ്മളുടേതായ പ്രൊഡക്റ്റിൻ്റെതായ ഇത് പണ്ട് 10 കോഫി വിട്ടിട്ടുണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് ആ ഒരു ഗ്രൂപ്പിന്റെ ഉള്ളിൽ തന്നെ 300 കോഫി 400 കോഫി വെക്കാൻ തുടങ്ങി. 10 മഷ്റൂം വിറ്റിട്ടുണ്ടായിരുന്ന ഒരു ടീമിന്റെ ഉള്ളില് ഇന്ന് 100-ൽ കൂടുതൽ 200 വരെ മഷ്റൂം വെക്കാൻ തുടങ്ങി. അതുമാതിരി തന്നെ എല്ലാ പ്രൊഡക്റ്റുകളും ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ. സോ ദ കോവിഡ് 2019 ഇറ്റ് ഈസ് എ അമേസിംഗ് ചേഞ്ചസ് ഇൻ DXN ഗൾഫ്. DXN ഗൾഫിൽ എന്ന് വെച്ചാൽ പർച്ചേസിംഗ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർ അത് ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ അവർക്ക് യാതൊരുവിധ മടി ഉണ്ടാവില്ല. പക്ഷെ അവർക്കത് പെർഫെക്റ്റ് ആയിട്ടുള്ള മെസ്സേജ്, വി മസ്റ്റ് പാസ് ദ പെർഫെക്റ്റ് മെസ്സേജ് ടു അവർ ഓൺ പീപ്പിൾ. ബാലൻസ് യു ലീവ് ടു അസ്, വി ആർ യുവർ അസിസ്റ്റൻസ്, വി ആർ റെഡി ടു ഡു. ബട്ട് നമ്മൾ തമ്മിൽ ഒരു ലിവറേജ്, നമ്മളുടേതായ ടൈം, നമ്മളുടേതായ കാര്യങ്ങൾ നമ്മൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വന്നു കഴിഞ്ഞാൽ വരാൻ പോകുന്ന പുതിയ മെമ്പർമാർക്ക് അവരുടേതായ റിക്വയർമെന്റ് അനുസരിച്ച് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നിങ്ങളുടേതായ ഗ്രൂപ്പുകളിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. റിയലി ഇറ്റ് ഈസ് എ അമേസിംഗ്. ഇപ്പൊ എന്നെ പോലുള്ള ഒരാളൊക്കെ ഇപ്പൊ ഒരു 59-60 വയസ്സിലേക്ക് കടന്നു കഴിഞ്ഞു. ദ മാക്സിമം ഐ എം ആസ് എ കൺട്രി മാനേജർ, ഐ എം നോട്ട് മോർ ദാൻ ദാറ്റ്. ബട്ട് ഈച്ച് വൺ ഓഫ് യു, നിങ്ങളിൽ ഇരിക്കുന്ന എല്ലാവർക്കും, DXN സിസ്റ്റത്തിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ ആളുകൾക്കും you can reach as a crown ambassador. For that purpose you must be a brand ambassador. പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ശരിയായ രൂപരേഖ നമ്മളുടേതായ ആളുകളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അവർ മുഖാന്തരം നമുക്ക് നമ്മളുടെ ഡ്രീം, ട്രാവൽ ഫ്രീഡം ആയാലും ഹെൽത്ത് ഫ്രീഡം ആയാലും ഏത് തരത്തിലുള്ള നമ്മളുടെ ഡ്രീമുകളുണ്ടോ അതെല്ലാം ചേഞ്ച് ചെയ്തെടുക്കാൻ നമ്മൾ തന്നെ കാരണക്കാരായി മാറുകയാണ്. അപ്പൊ നമ്മളുടേതായ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വർക്ക് പ്ലാൻ
ഉണ്ടാക്കി ആ വർക്ക് പ്ലാനിൽ കൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗൾഫ് കൺട്രിയിൽ എന്ന് മാത്രമല്ല നമ്മുടെ DXന്റെ all over the world, the managers and the managing directors and the IMDs, all people are 24 hours ready to assist you all people. അവിടെ പൊസിഷൻ വരുന്നില്ല, അവിടെ എല്ലാ മാനുഷിക പരിഗണന കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന ഒരു ചാൻസ് അതിന് ഏതെങ്കിലും വിധത്തിൽ അവർക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവർ മുഖാന്തരം കിട്ടുന്ന ആ റെസ്പെക്ട്, അവരുടെ ഫാമിലിക്ക് കിട്ടുന്നതായ ഗുണങ്ങള്, ഇതൊക്കെയാണ് നമ്മുടെ DXN ഫാമിലിയിൽ കൂടെ ഈ 16-17 വർഷത്തിന്റെ ഉള്ളിൽ എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. Really, it is a amazing system. Dr. Limi has given that type of platform to us. Just we want to understand what is DXN. Within 10 minutes time, our Binesh ji now he's talk about the system, the 4 pillars, the amazing products, and what are the opportunities. Just we want to remember yesterday, today, and tomorrow. And we must be take it a time. നമ്മുടെ ടൈം ഏറ്റവും സ്പേഷ്യസ് ആയിട്ടുള്ള ടൈമാണ്. ആ ടൈം നമ്മൾ വേണ്ട സമയത്ത് ഏത് ഭാഗത്ത് എപ്പോൾ നമ്മൾ യൂസ് ചെയ്യണമെന്ന് മനസ്സിലാക്കി അതിനോടുകൂടെ ചെയ്യുകയാണെങ്കിൽ ഈ വരാൻ പോകുന്ന തലമുറയ്ക്കും ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും എല്ലാവർക്കും ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ അമേസിംഗ് ചേഞ്ച്. ജസ്റ്റ് കോണ്ടാക്ട് ടു ദ പീപ്പിൾ ഇൻ യുവർ പ്ലേസ് ആൻഡ് കളക്ട് ഓൾ ദ കൺട്രി ഇൻചാർജസ് ഇൻ ദ ഗൾഫ് കൺട്രി. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ചെറിയ ഒരു എഫർട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങളെ പോലെയുള്ള നിങ്ങളുടെ അസിസ്റ്റൻസ് എല്ലാ കൺട്രികളിലും, സ്പെഷ്യലി ഇൻ ഗൾഫ് കൺട്രി, the DXN Middle East management and the team, it is 24 hours ready to support you people. And for me especially, if you want to contact, you can contact Mr. Rahul, Mr. Sham, any the DXN leaders, they are ready to give our number. Just send me a message. Just send me a message to any DXN team in Middle East. They will connect to each other country, and we are 24 hours ready to support you people. നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഈ സമയത്ത് കിട്ടിയിട്ടുള്ള സൗഭാഗ്യത്തിനെ ശരിയായി യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഗൾഫ് കൺട്രിയിൽ നിന്ന് ഇപ്പൊ ഉയർന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റിയെടുക്കാൻ ഒരു കാരണമായി തീരും. DXN മുഖാന്തരം അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അങ്ങനെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഇന്നത്തെ ഉത്സവത്തിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാവർക്കും നമ്മളുടേതായ ഗുരുക്കന്മാർക്കും ആൻഡ് സ്പെഷ്യലി ഫോർ ദ DXN Middle East management, because of them I am now here. So thank you very much and thanks Shamji. Thank you very much sir. നമുക്ക് Shamji മലയാളത്തിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എല്ലാവരുടെയും. കാരണം അത് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കേരളത്തിൽ നിന്ന് വിട്ടതിന് ശേഷം മലയാളങ്ങളിൽ അത്ര ഇതില്ല. ഇംഗ്ലീഷ് no issue with that. അടിപൊളിയായിരുന്നു. Thank you very much. Thank you sir. നമ്മുടെ ലാസ്റ്റ് സെഷനിൽ സലീം സാർ പറഞ്ഞതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് സലീം സാർ പറയുകയുണ്ടായി. മുരളി സാറിനോ നമ്മുടെ ലാസ്റ്റ് 2 സെഷൻ മുന്നേ സലീം ഷജി സാറായിരുന്നു ഗസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾ ഗൾഫ്, കാരണം കേരളത്തിന്റെ ഒരു ബഹുഭൂരിഭാഗം ഉള്ളത് ഗൾഫിലാണ്. ശരിക്കും പറഞ്ഞാൽ മലയാളികളുടെ ഒരു മേജർ പോർഷൻ ഉള്ളത് ഗൾഫ് റീജിയൻസിലാണ്, ഗൾഫ് കൺട്രീസിലാണ്. സോ നമുക്ക് അവിടത്തെ കൂടി ആ നെറ്റ്വർക്ക് വളർത്തണം. കാരണം ഈ 1 വേൾഡ് 1 മാർക്കറ്റ് കൺസെപ്റ്റ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു സാധ്യത അതാണ്. സോ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമാണ്. കമ്പനി എന്താണ്, പ്രൊഡക്ട്സ് എന്താണ്, മാർക്കറ്റിംഗ് എങ്ങനെയാണ്, മാർക്കറ്റിംഗ് പ്ലാൻ എന്താണ്, ഇങ്ങനെ ബേസിക് ആയ ഒരു ചിത്രം കൊടുത്തതിന് ശേഷം നമ്മുടെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഓരോ ഏരിയാസിന് അവരുടെ PICs ഉണ്ട്, കൺട്രി മാനേജേഴ്സ് ഉണ്ട്, മാർക്കറ്റിംഗ് ഡയറക്ടേഴ്സ് ഉണ്ട്, മാനേജിംഗ് ഡയറക്ടേഴ്സ് ഉണ്ട്. ആരെയൊക്കെയാണോ കൃത്യമായിട്ട് നമുക്ക് ഹെൽപ്പ് കിട്ടേണ്ടത് അവരുടെ കോൺടാക്റ്റിലേക്ക് ഈ ഒരു വ്യക്തിയെ പറഞ്ഞു വിടുക. കാരണം അവിടെ DXN മിഡിൽ ഈസ്റ്റ് മാനേജ്മെന്റ് നമുക്ക് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും തരുമെന്നാണ് ഇപ്പൊ ഓൾറെഡി സലീം സാറ് പറഞ്ഞു. കറന്റ്ലി നമ്മുടെ മുരളി സാറും ആ ഒരു പ്രോമിസ് തന്നിട്ടാണുള്ളത്. സോ മാക്സിമം ഇങ്ങനെ ഇത്രയും വലിയ സപ്പോർട്ട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നന്ദിപൂർവ്വം സ്മരിക്കുകയും ചെയ്യുന്നു. അതേപോലെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നമ്മുടെ ഓരോരുത്തരുടെ ബിസിനസ് വർദ്ധിപ്പിക്കുക. Once again, thank you very much, sir. Sir, now valuable time, 30 to 40 minutes. Thank you, Shamji, Rahul bhai, and thanks to all. And just I am going because I am on duty. Some calls are coming on there. Thank you very much, and hope we will see you in somewhere else. Okay, personally. Thank you very much once again, and all the best to all the DXN Kerala team. The Kerala team is going to be number 1 very soon. I think so, because you people are doing a hard work.
and it is going to be take the change to another level. Okay, see you all on the top. Thank you very much. Thank you very much. Sure, sir. Thank you. Bye. സോ നമ്മുടെ ആ ഒരു ചീഫ് ഗസ്റ്റിന്റെ മെയിൻ സെഷൻ കഴിഞ്ഞു. അദ്ദേഹം കുറച്ച് വർക്ക് ഓൾറെഡി അദ്ദേഹം ഓൺ ഡ്യൂട്ടി ആണ്, അതിനിടക്കാണ് നമുക്ക് ഈ ഒരു ടൈം സ്പെൻഡ് ചെയ്തത്. സോ നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി അറിയിക്കാം അദ്ദേഹത്തിന് ആ ഒരു വാല്യുബിൾ ടൈമിന്. സോ വി ആർ മൂവിങ് ഓൺ, നമ്മുടെ ഉത്സവം മൂവ് ഓൺ ചെയ്യുകയാണ്. നമ്മുടെ നെക്സ്റ്റ് സെഷൻ നമുക്ക് മുന്നിലേക്ക് കമ്പനി അപ്ഡേറ്റ്സും കമ്പനിയുടെ വരാൻ പോകുന്ന ചേഞ്ചസും അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മളിലേക്ക് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സൗത്ത് ഇന്ത്യൻ മാർക്കറ്റിംഗ് മാനേജർ രാഹുൽ സർ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. സോ ഐ ഇൻവൈറ്റിംഗ് രാഹുൽ സർ. രാഹുൽ സർ, the mic and screen is yours, sir. Please. Thank you, Shyam. Shyam, my voice audible ആണോ? Proper, sir. Proper. Okay, thank you, Shyam. Firstly, thank you very much, Murli sir, and thank you very much, Binish sir. As usual, the entire session, lots of information ഉണ്ടായിരുന്നു, കുറെ സപ്പോർട്ട്. ആ സപ്പോർട്ട് നമുക്ക് ഫീൽ ചെയ്യണ്ടായിരുന്നു. ആ എൻറ്റയർ കൺവേഴ്സേഷൻ്റെ അകത്ത് മുരളി സാറിന്റെ സപ്പോർട്ട് നമുക്ക് ഫീൽ ഉണ്ടായിരുന്നു. മിഡിൽ ഈസ്റ്റ് സപ്പോർട്ട് നമുക്ക് ഫീൽ ഉണ്ടായിരുന്നു. വൺ തിങ് നമ്മൾ മനസ്സിലാക്കിയത്, വൺ വേൾഡ് വൺ ഫാമിലി, അതാണ് നമുക്ക് ആ മെസ്സേജ് ഉള്ളത്. ബിക്കോസ് എൻറ്റയർ ഗ്ലോബ് നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ റെഡിയാണ്. അത് ലെറ്റ് ഇറ്റ് ബി കേരളത്തിലെ നമ്മുടെ എക്സിക്യൂട്ടീവ് മാനേജർ, നമ്മുടെ ഷ്യാം ആണെങ്കിലും ഞാനാണെങ്കിലും അല്ലെങ്കിൽ എൻറ്റയർ ഗ്ലോബ് എല്ലാവരും റെഡിയാണ് ടു ഹെൽപ്പ് യു അച്ചീവ്, നിങ്ങളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ നമ്മൾ എപ്പോഴും റെഡിയാണ്. സോ കമ്മിങ് ടു കമ്പനീന്റെ ഗ്രോത്ത് ഇൻ കേരള, ഇപ്പം ആസ് എ ഗ്രോത്ത് നമ്മൾ കേരളത്തിന്റെ ഗ്രോത്ത് കഴിഞ്ഞ വർഷം 2020 നല്ലൊരു ഗ്രോത്ത് ആയിരുന്നു ഉണ്ടായത്. ബിക്കോസ് പാൻഡമിക് ഉള്ള സമയത്ത് എല്ലാവരും ചെറുങ്ങനെ പേടിച്ചു, എന്ത് പറ്റും നമ്മുടെ കേരളത്തിലെ ഗ്രോത്ത് അല്ലെങ്കിൽ ഇന്ത്യന്റെ ഗ്രോത്ത് എന്ത് പറ്റും, അല്ലെങ്കിൽ DS-ന്റെ ഗ്രോത്ത് എന്ത് പറ്റും. പക്ഷേ ഈ ടഫ് സിറ്റുവേഷനിലും ബാക്കി എല്ലാ ഇൻഡസ്ട്രിയും ലോ ഫേസിൽ പോകുന്ന സമയത്തും DXN നമ്മളെ പ്രീ പാൻഡമിക്കിന്റെ സമയത്തിലെ സെയിൽസ് ഫിഗേഴ്സ് നമ്മൾ ക്രോസ് ചെയ്തു. ദാറ്റ് ഷോസ് നമ്മൾ ഇപ്പം റൈറ്റ് സമയത്ത് നമ്മൾ ഇല്ലത്. നമ്മൾ പറയുന്നത് നമ്മൾ വരാൻ പോകുന്നത് വെൽനെസ് റെവല്യൂഷൻ ആണ്. വെൽനെസ് എല്ലാവരും കഴിഞ്ഞ കുറെ വർഷം ഇതാ പറയേണ്ടത്. ഇപ്പൊ ആണ് ഇല്ലത് റൈറ്റ് നൗ വെൽനെസ് റെവല്യൂഷൻ കണ്ടു, ഓട്ടോമൊബൈൽ റെവല്യൂഷൻ കണ്ടു. സോ റൈറ്റ് നൗ നമ്മൾ ഇല്ലത് നമ്മളെ വെൽനെസ് റെവല്യൂഷൻ. സോ ഇതുകൊണ്ടായിരിക്കും ഈവൻ നോട്ട് ഓൺലി ഇപ്പൊ ഇന്ത്യ മാത്രമല്ല, ഈവൻ ഇപ്പൊ ഗൾഫ് നോക്കിയാൽ ഗൾഫിനകത്ത് ലൈക്ക് കൺട്രീസ് ലൈക്ക് ഒമാൻ എല്ലാം 3 ഇരട്ടി സെയിൽസ് ചെയ്തു ഈ പാൻഡമിക് സമയത്ത്. സോ വി ആർ റൈറ്റ് നൗ വിത്ത് ദ റൈറ്റ് ഇൻഡസ്ട്രി അറ്റ് ദ റൈറ്റ് ടൈം. നൗ കമ്മിങ് ടു കേരള DXN കേരളന്റെ 2021 നമുക്ക് കുറേ പ്രോസ്പെക്ട്സ് ഉണ്ട്, കുറേ ഗ്രോത്തിന്റെ ഫീച്ചേഴ്സ് ഉണ്ട്. നൗ ഈ മാസം അടുത്ത മാസം നമുക്ക് നല്ല ഓഫേഴ്സ് ഉണ്ട്. ബിലീവ് മീ, ഞാൻ റിയൽ ആയിട്ട് പറയാം, ഈ ഓഫറിന് വേണ്ടിയിട്ട് നമ്മൾ മാനേജ്മെന്റ് ഭയങ്കര ഫൈറ്റ് ആയിട്ട് എടുത്തത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ നമ്മൾ റിഡംഷൻ ഓഫർ സമയത്ത് ഒരു പുതിയ ഓഫർ നമുക്ക് ലോഞ്ച് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. അത് ഈവൻ HQ-ന്റെ അത് അഗ്രി ചെയ്യേണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് വിത്ത് ഗ്രേറ്റ് ഡിഫിക്കൽട്ടി ആണ് നമുക്ക് ഈ ഓഫർ നമുക്ക് കിട്ടിയത്. സോ അത് ആ ഓഫറിന് നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് രീതിയിൽ അത് യൂസ് ചെയ്യണം. ആ ഗ്രോത്ത് ഫേസ് എനിക്ക് ഈ മാസം കാണാൻ പറ്റും. ഡേ ടു ഡേ സെയിൽസ് നോക്കുമ്പോൾ കഴിഞ്ഞ മാസം ഇന്നലെ വരെ 17-ാം തീയതി വരെ ഇല്ല സെയിൽസ് കാണും, കൂടുതൽ സെയിൽസ് ആണ് കേരള ചെയ്യുന്നത്. ഷോസ് നമ്മളെ പ്രൊമോഷൻ ഫാക്ടേഴ്സും ആ ഗ്രോത്ത് ഫാക്ടേഴ്സ് നല്ല പോസിറ്റീവ് വേയിൽ പോകുന്നുണ്ട്. അതുകൂടാതെ നമുക്കിപ്പം നെക്സ്റ്റ് നമുക്ക് നമ്മൾ കിമൺ ഓഫർ ഉണ്ട്, buy 2 get 1 free. സോ മാക്സിമം എല്ലാ പാർട്ടിസിപ്പൻസിനും സ്പെഷ്യലി നമ്മുടെ മെമ്പേഴ്സ് ആണെങ്കിൽ അവരോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാം ആ ഓഫർ യൂട്ടിലൈസ്. ബിക്കോസ് ഇനി ഫ്യൂച്ചർ കുറേ ഓഫേഴ്സ് വിത്ത് കിമോനോ ഉണ്ടാകാൻ പറ്റും. കിമോനോ റിലേറ്റഡ്സും കുറേ ഓഫേഴ്സ് ഉണ്ടാകാൻ പറ്റും. ഇത് കൂടാതെ നമ്മളെ ഈ മാസം നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ശൂന്യ ബുക്ക് ആയിരിക്കും. മേ ബി 20-ാം തീയതി അല്ലെങ്കിൽ 21-ാം തീയതി ആയിരിക്കും നമ്മളെ ഈ ശൂന്യ ബുക്ക് ലോഞ്ച് ചെയ്യുന്നുണ്ടാവുക. ഇൻഫാക്ട് നമ്മളെ ഡോക്ടർ ലിമിന്റെ സമയത്തിന് വേണ്ടി ഡേറ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. സോ വൺസ് അത് വന്ന ശേഷം ഡെഫിനറ്റ്ലി നമ്മളെ ഒഫീഷ്യൽ ലോഞ്ചിങ് ഓഫ് ശൂന്യ ബുക്ക് ഉണ്ടാവും. ഐ ബിലീവ് നമ്മളെ മൈ ജേർണി ഓഫ് DX നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ രാജേഷ് സവരയായിരുന്നു ഓത്തർ ഉണ്ടായത്. ബ്യൂട്ടിഫുൾ ബുക്കായിരുന്നു. ഇൻഫാക്ട് നമ്മൾ DXന്റെ ഖുറാനോ ബൈബിളോ അല്ലെങ്കിൽ ഗീത അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അതേപോലെ നമ്മളെ ശൂന്യ ബുക്ക് അതിൻ്റെ അകത്തും നമുക്ക് കുറേ സ്റ്റോറീസ് DXN റിലേറ്റഡ് കുറേ സ്റ്റോറീസ്, അൺനോൺ സ്റ്റോറീസ് റിവീൽ ചെയ്തിരിക്കുക ത്രൂ ദ ഓത്തർ ഡോക്ടർ രാജേഷ് സവര. സോ ഡെഫിനറ്റ്ലി ആ ബുക്ക് നമ്മൾ എല്ലാവരും ഡെഫിനറ്റ്ലി വായിക്കേണ്ടതാണ് ടു ഗെറ്റ് മോർ നോളജ്, മോർ ഇൻഫർമേഷൻ അബൌട്ട് DXN. കമ്മിങ് ടു കമ്പനീന്റെ പറ്റി, കമ്പനിയുടെ സ്റ്റെബിലിറ്റിയും, ബിക്കോസ് ഡെഫിനറ്റ്ലി നമുക്കറിയാം കമ്പനി ഡെഫിനറ്റ്ലി സ്റ്റേബിൾ ആണ്. ഇപ്പം പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക് പറയേണ്ട ആവശ്യം വന്നത്. ഇപ്പം സ്റ്റെബിലിറ്റി നമുക്ക് പറയേണ്ട റീസൺ വരുന്നേ ഇല്ല. ബിക്കോസ് 27 വർഷമായി
ഇപ്പൊ ഫാക്ടറീസ് പറഞ്ഞാൽ ഫാക്ടറീസ് നോട്ട് മലേഷ്യ മാത്രമല്ല, ഇന്തോനേഷ്യ മാത്രമല്ല, ചൈന മാത്രമല്ല, ഇന്ത്യയിലും വൺ ഓഫ് ദ ബിഗസ്റ്റ് 3 times ബിഗർ ദാൻ മലേഷ്യ ഒരു ഫാക്ടറി വരാൻ പോകുന്നുണ്ട്. ഇത് കൂടാതെ ഇപ്പൊ ബംഗ്ലാദേശിൽ വരാൻ പോകുന്നുണ്ട്, UAE വരാൻ പോകുന്നുണ്ട്, മെക്സിക്കോയിൽ ഓൾറെഡി ഉണ്ട്. സോ ഗ്രോത്ത് വൈസ്, സ്റ്റെബിലിറ്റി വൈസ് നമുക്കൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. സെക്കൻഡ് പാർട്ടാണ് നമ്മളെ പ്രൊഡക്ട്സിന്റെ സുപ്പീരിയറിറ്റി ആൻഡ് പ്രൊഡക്റ്റിന്റെ ലൈൻസിന്റെ ഇൻക്രീസ്. സുപ്പീരിയറിറ്റി നമ്മൾ ഇപ്പൊ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പ്ലസ് ഗുഡ് ന്യൂസ് ഇതാണ്, ഇപ്പൊ നേരത്തെ വിനി സാർ പറഞ്ഞു പുതിയ കുറെ പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ശ്യാംജിയും പറഞ്ഞു നമ്മൾ കുറെ പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ വർഷം നമ്മുടെ ടാർഗറ്റ് ആണ് അറ്റ്ലീസ്റ്റ് ഒരു 50+ പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്യണം. ഈ ഒരു പുതിയ റെവല്യൂഷൻ നമ്മൾ തുടങ്ങാൻ പോകുന്നത് DXന്റെ അകത്ത്. ഈ വർഷം നമുക്ക് ഏത് വർഷം കാണാത്ത ഒരു പ്രൊഡക്ട്സ് ആണ് നമുക്ക് ഈ വർഷം കാണാൻ പോകുന്നത്. സോ ഈ നെക്സ്റ്റ് 3 monthsനകത്ത് നമുക്ക് വരാൻ പോകുന്ന കുറെ പ്രൊഡക്ട്സ് ഉണ്ട്. ജസ്റ്റ് ഫ്യൂ എന്റെ മുമ്പിൽ ലിസ്റ്റ് ഉണ്ട്. യൂണിക് ആണ്, നല്ലതാണ്. ഓൾറെഡി അതിന്റെ ഫൈനൽ ഫേസിലായില്ലത്. കുറെ പ്രൈസിംഗിൽ പോയിരിക്കുക, ചിലത് ലേബലിംഗിൽ പോയിരിക്കുക. അപ്പൊ ലാസ്റ്റ് സ്റ്റേജിൽ ലൈക്ക് ബാംബുവിന്റെ ടൂത്ത് ബ്രഷ്, ബാംബുവിന്റെ ഇയർബഡ്സ്, ഹിമാലയൻ പിങ്ക് സോൾട്ട് എന്ന് പറയും. പിന്നെ അതുപോലെ അശ്വഗന്ധ ക്യാപ്സ്യൂൾസ്, നീം ക്യാപ്സ്യൂൾസ്, ഗിലോയ് ക്യാപ്സ്യൂൾസ്, ഇതെല്ലാം സിംഗിൾ ഹെർബ് ഇൻഗ്രീഡിയന്റ് ആണ്. പിന്നെ ബ്രാഹ്മി ക്യാപ്സ്യൂൾസ്, ത്രിഫല ക്യാപ്സ്യൂൾസ്, ബ്ലാക്ക് ക്യൂമിൻ, നമ്മുടെ കറുത്ത ജീരകം എന്ന് പറയും. അത് മെഡിസിനൽ വാല്യൂസ് ബൈ കുറേ മെഡിസിൻസ് വാല്യൂ ഇല്ല ഒരു പ്രൊഡക്റ്റ് ആണ്. അതുപോലെ പുതിയ സെഗ്മെന്റ്സിൽ നമ്മൾ എൻറ്റർ ചെയ്യുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് എല്ലാം ഫൈനൽ സ്റ്റേജ് ആയിരുന്നു. അത് പുതിയ സെഗ്മെന്റ് ഉള്ളത് നമുക്ക് ഫാബ്രിക് വാഷ് ഉണ്ട്, ഡിഷ് വാഷ് ഉണ്ട്, ഹാൻഡ് വാഷ് ഉണ്ട്, പിന്നെ നമ്മളെ ഫ്ലോർ ക്ലെൻസർ ഉണ്ട്, പിന്നെ നമ്മൾ മാസ്ക്. ഡെഫിനറ്റ്ലി മാസ്ക് പറയുമ്പോൾ എല്ലാവരും പറയും ഇപ്പം കൊറോണ കഴിഞ്ഞു, ഇപ്പം എന്തിനാ മാസ്ക് എന്ന് പറയും. പക്ഷെ മാസ്കിന്റെ ആവശ്യം ഇപ്പോൾ ഉണ്ട്. കൊറോണ വാക്സിനേഷൻ വന്നാലും എനിക്കൊന്ന് ഈ പ്രോട്ടോകോൾസും ഈ സേഫ് ഡിസ്റ്റൻസിങ്ങും ഇതെല്ലാം ഒരു അറ്റ്ലീസ്റ്റ് ഒരു 1 year, ഒരു വർഷം വരെ ഇനിയും ഉണ്ടാവും. സോ കുറേ പ്രൊഡക്ട്സും നല്ല കമ്പനിയും നല്ല ബെസ്റ്റ് മാർക്കറ്റിംഗ് പ്ലാനും വെറി റെയർലി കിട്ടാൻ പറ്റുന്ന ഈ കോമ്പിനേഷൻ ആണ് നമ്മൾ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ അകത്ത്, ഈ MLM ഇൻഡസ്ട്രിയുടെ അകത്ത്. സോ നല്ല പ്ലാൻ മീൻസ് ഇപ്പം നമ്മളെ സിംപ്ലിഫൈഡ് ഇംപ്രൂവ്ഡ് മാർക്കറ്റിംഗ് പ്ലാൻ ഒരുമിച്ച് നമുക്ക് IOC ഉണ്ട്. ഇപ്പൊ IOC പറയുമ്പോൾ ഡെഫിനറ്റ്ലി IOC ആണ് ഞാൻ പറയുന്നത് നെക്സ്റ്റ് റെവല്യൂഷൻ വരാൻ പോകുന്നത് ഇന്ത്യയിൽ. സ്പെഷ്യലി കേരളത്തിന്റെ അകത്ത് ഒരു റെവല്യൂഷൻ വന്നു കഴിഞ്ഞു. ഈ IOC ഇപ്പൊ കുറേ മാസമായി കേരളയാണ് IOCന്റെ അകത്ത് ഹയസ്റ്റ് സെയിൽസ് ത്രൂഔട്ട് ഇന്ത്യ. വലിയ അച്ചീവ്മെന്റ് ആണ്. സോ ഇനി നമുക്ക് ഒരു സമയം വന്നു ഒരു ക്ലിയർ സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്ക് മുമ്പിലോട്ട് പോകേണ്ടത്. സോ ആ സ്ട്രാറ്റജി ഇപ്പൊ നമ്മളെ ലീഡേഴ്സ് ആണെങ്കിലും നമ്മളെ മെമ്പേഴ്സ് ആണെങ്കിലും ഈവൻ പുതിയ പാർട്ടിസിപ്പൻസ് ആണെങ്കിലും ഒരു സിമ്പിൾ സ്ട്രാറ്റജി ആണ്, പക്ഷെ ഇത് യൂസ്ഫുൾ സ്ട്രാറ്റജി ആണ്. എല്ലാ മാസവും ഒരു IOC നമ്മൾ പുതിയ റിക്രൂട്ട് ചെയ്യാം. നമ്മൾ ആദ്യം എടുത്തതിന് ശേഷം എല്ലാ മാസം ഒരു IOC അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കും. അവരോടും പറയും ഇത് സംഭവം പറയാം. നമ്മുടെ ലക്ഷ്യം ആയിരിക്കണം മാക്സിമം, അല്ലെങ്കിൽ നമ്മളെ അൾട്ടിമേറ്റ് നമുക്ക് DXന്റെ സ്റ്റാറ്റസ് കിട്ടാൻ പറ്റുന്നതാണ് ക്രൗൺ അംബാസഡർ. സോ മാക്സിമം 20 ലൈൻസ് ആക്റ്റീവ് ലൈൻസ്, ഞാൻ പറയുന്നത് 20 ലൈൻസ് അല്ല, 20 ആക്റ്റീവ് ലൈൻസ് കിട്ടുന്നവരെ ഈ എല്ലാ മാസവും സിംഗിൾ IOC, പിന്നെ അതിന് ഒരുമിച്ച് സിംപിന്റെ ഒരുമിച്ച് ഫ്യൂഷനും. സോ ഇതിനകത്ത് എന്ത് പറ്റും, നമ്മൾക്ക് നോർമലി MLM ഇൻഡസ്ട്രിയുടെ അകത്ത് ഒരു വലിയ ക്രൈറ്റീരിയ ആണ് നമുക്ക് റിക്രൂട്ട്മെന്റ് ആണ് ബ്ലഡ് എന്ന് പറയുന്നത്. സോ നമുക്ക് പുതിയ റിക്രൂട്ട്മെന്റും കിട്ടി, നമ്മുടെ സെയിൽസും ഇൻക്രീസ് ആയി, ബോണസും ഇൻക്രീസ് ആയി. പിന്നെ നമ്മുടെ സ്ട്രക്ചറിങ്, നമുക്ക് പറഞ്ഞ സ്ട്രക്ചർ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് സ്റ്റേറ്റസ് അച്ചീവ് ചെയ്യാനും ഒരു പൊസിഷൻ അച്ചീവ് ചെയ്യാനും പൈസ ഇൻക്രീസ് ചെയ്യാനും പിന്നെ നമ്മളെ ബെനിഫിറ്റ്സ് നമ്മളെ സിംപിന്റെ ബെനിഫിറ്റ്സ് കിട്ടാനും. സോ ഇതിന്റെ എല്ലാം ഈ സ്ട്രക്ചറിങ്ങിനും അല്ലെങ്കിൽ ഇൻകം കിട്ടാനും ഇതാണ് നമുക്ക് IOCയും സിംപിന്റെ ഫ്യൂഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. അത് പറയുമ്പോൾ നമുക്ക് ഓക്കെ ഫൈൻ, ഫ്യൂഷൻ ആണ്, ടഫ് ആണ്. ടഫ്നെസ് ഞാൻ എല്ലാ സമയത്തും പറയുന്നത് എല്ലാം നമ്മൾ ബ്രെയിൻസിലാണ്, പ്യൂർ നമ്മൾ ബ്രെയിൻസിനകത്തായത്. ബിക്കോസ് റീസെന്റ് സൗദി അറേബ്യ എല്ലാ സമയത്തും പറയുന്നതാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ക്രൗൺ അംബാസഡർ ആയത് നമ്മുടെ സൗദിയിലെ ലേഡിയാണ്. അറൌണ്ട് 17-18 months. ലാസ്റ്റ് ടൈം മിസ്റ്റർ സലീം പറയണ്ടായിരുന്നു, ബുർക്കയിട്ട ലേഡി വിത്ത് ജസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒന്നും ഇല്ലാണ്ട് ജസ്റ്റ് അറബിക്ക് മാത്രം സംസാരിച്ചിട്ട് കൂടുതൽ വാട്സ്ആപ്പ് ത്രൂ ഫോൺ ത്രൂ സംസാരിച്ച് ക്രൗൺ അംബാസഡർ ആകാൻ പറ്റെങ്കിൽ വി ഹാവ് എവറിഥിങ്, നമ്മുടെ എല്ലാ സ്കിൽസും ഉണ്ട്. പ്ലസ് സൗദി അറേബ്യ ഇല്ലാത്ത സംഭവമാണ് നമുക്ക് ഇവിടെ ഉള്ളത് IOC. സോ റൈറ്റ് വേ യൂസ് ചെയ്യുക. ഒരു മാഗ്നിഫിസെന്റ് ഒരു ഡൈനാമിക് പ്ലാൻ ആണിത്. ഇത് ആക്ച്വലി ഡൈനാമിക് നമ്മൾ IOCയും സിംപിന്റെ ഫ്യൂഷൻ ഒരുമിച്ച് പോകണമെങ്കിൽ ഒരു ഡൈനാമിക് പ്ലാൻ ആണ്. പക്ഷെ റൈറ്റ് വേ ബിക്കോസ് ആസ് എ കമ്പനി നമുക്ക് സ്ട്രാറ്റജി പറഞ്ഞു തരാൻ പറ്റുമല്ലോ, പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്ത് യൂസ് ചെയ്യേണ്ടത് നമ്മൾ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യേണ്ടത് നമ്മളാണ്. സോ അതൊരു സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്യുക. എല്ലാ മാസവും ഒരു IOC എടുക്കാൻ നോക്കുക. സോ ഇറസ്പെക്റ്റീവ് നമ്മൾ എന്ത് പൊസിഷൻ ആയെങ്കിലും നമ്മൾ എന്ത് സ്റ്റാറ്റസ് ആയെങ്കിലും എല്ലാ മാസം ഒരു IOC പ്ലസ് അവരോടും
ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറയാം. സെക്കൻഡ് പാർട്ടാണ് കേരള നമുക്ക് ചെയ്യേണ്ടത്, ലീഡേഴ്സ് ആണെങ്കിലും മെമ്പേഴ്സ് ആണെങ്കിലും നമുക്ക് പ്രൊമോട്ട് ചെയ്യേണ്ടതാണ് ടെമ്പററി സ്റ്റോക്ക് പോയിന്റ് പറഞ്ഞ ഒരു സ്ട്രാറ്റജി ഉണ്ട്, ടെമ്പററി സ്റ്റോക്ക് പോയിന്റ്. സോ ടെമ്പററി സ്റ്റോക്ക് പോയിന്റ് മീൻസ് ഈ അത്ര ടഫ് അല്ല, ബാക്കി നമ്മുടെ മെയിൻ സ്റ്റോക്ക് പോയിന്റ് പോലെ അത്ര ടഫ് അല്ല. ഞാൻ ടെമ്പററി സ്റ്റോക്ക് പോയിന്റ് പറയുമ്പോൾ സ്റ്റോക്കിസ്റ്റ് ചിലപ്പോൾ വിചാരിക്കും എല്ലാം 7 കിലോമീറ്റർ 8 കിലോമീറ്റർ സ്റ്റോക്ക് പോയിന്റ് കൊടുക്കണമെന്നോ ആഗ്രഹം, അല്ല അങ്ങനെയല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ സെൻട്രൽ കേരളയും നോർത്തേൺ കേരളയും ഇത് എൻറ്റയർലി വേക്കന്റ് ആണ്. സോ ടെമ്പററി സ്റ്റോക്ക് പോയിന്റ് നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്ത് ഒരു പുതിയ ടെമ്പററി സ്റ്റോക്ക് പോയിന്റ് നമ്മൾ അപ്പോയിന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ബിലീവ് മീ അത് നല്ല സ്ട്രാറ്റജി, നമ്മളെ ഇൻകം ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സ്ട്രാറ്റജിയാണ്. ബിക്കോസ് ഞാൻ ത്രൂ ഔട്ട് ഇന്ത്യ സ്ട്രാറ്റജി ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യുക. ഒരു ടെമ്പററി സ്റ്റോക്ക് പോയിന്റ് മിനിമം നിങ്ങൾക്ക് 35,000 സെയിൽസ് വാല്യൂ കൊണ്ടുവരാൻ പോകുന്നത്, 35,000. സോ ഒന്ന് IOC എവറി മന്ത് ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ നല്ല രീതിയിൽ. പിന്നെ ആ ഓരോ മന്തിന്റെ അകത്ത് അവരെ റൈറ്റ് വേ ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യമാണ്. ബിക്കോസ് ജസ്റ്റ് IOC എടുത്തിട്ട് ആരെങ്കിലും എടുത്തിട്ട് കാര്യമില്ല, അവരും റൈറ്റ് വേ ട്രെയിനിങ് കൊടുക്കാൻ ഇമ്പോർട്ടൻ്റ്, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആസ് എ കമ്പനി എല്ലാ കാര്യങ്ങളും നമുക്കുണ്ട്, പറയേണ്ട ആവശ്യമില്ല. നല്ല കമ്പനി, നല്ല പ്ലാൻ, നല്ല പ്രൊഡക്ട്സ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇൻഡിവിജ്വൽസ്. പിന്നെ നമ്മുടെ പ്ലാൻ്റെ ഏറ്റവും ബ്യൂട്ടി പാർട്ടാണ്. ആരും ഇന്ന് ജോയിൻ ചെയ്താലും, ഇപ്പൊ ഇന്ന് കുറെ പുതിയ പാർട്ടിസിപ്പന്റ് ഉണ്ടായിരിക്കും, ഇന്ന് ജോയിൻ ചെയ്താലും അവരോട് ഞാൻ പറയാം, ഇന്ന് ജോയിൻ ചെയ്താലും ആ ഫസ്റ്റ് DXന്റെ അകത്ത് മെമ്പർ ജോയിൻ അവരാണ് കൂടുതൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റും. അതാണ് നമ്മളെ കമ്പനിയുടെ ബ്യൂട്ടി, നമ്മുടെ പ്ലാന്റെ ബ്യൂട്ടി. ബ്രേക്ക് ഇവൻ പ്ലാൻ എല്ലാം ഉണ്ട്. സോ വിത്ത് ദീസ് വേർഡ്സ് ഐ വിഷ് ഓൾ ഓഫ് യു വൺസ് അഗൈൻ, ഞാൻ ആക്ച്വലി ഹാപ്പി ന്യൂ ഇയർ പറയാൻ മറന്നുപോയി. ഐ വിഷ് ഓൾ ഓഫ് യു ഹാപ്പി ന്യൂ ഇയർ. ഈ വർഷം 2021 കഴിഞ്ഞ വർഷം കുറച്ച് ടഫ് ആയിരുന്നു, പക്ഷെ ഓക്കെ, ബട്ട് സ്റ്റിൽ നമ്മൾ സ്റ്റേബിളായി. ഈ വർഷം ഡെഫിനറ്റ്ലി നമ്മൾ മച്ച് മോർ പവർഫുൾ ആയിട്ട് ബൗൺസ് ചെയ്ത് വരാൻ പോകുന്നത് ഇൻ കേരള. ഡെഫിനറ്റ്ലി സെയിൽസ് മാത്രം എല്ലാ ലീഡേഴ്സും എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ബോണസ് ഡബിൾ ആണോ ഈ വർഷം, ആ രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ പ്രസന്റ്ലി ഇപ്പം നമ്മൾ എല്ലാ സ്റ്റോക്ക് പോയിന്റ്സിലും നമ്മളെ ഫിസിക്കൽ മീറ്റിംഗ്സ് 10 പേര് വെച്ചിട്ട് 15 പേര് വെച്ചിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അൾട്ടിമേറ്റ്ലി ലീഡേഴ്സിന് ഡിമാൻഡ് ഉണ്ടായിരുന്നു, ഫിസിക്കൽ മീറ്റിംഗ്സ് നമുക്ക് ആവശ്യമുണ്ട്. സൂം മീറ്റിംഗ്സ്, വെർച്വൽ മീറ്റിംഗ്സ് ഓൾറെഡി നടക്കുന്നുണ്ട്. അത് വെച്ചുകൊണ്ടും നമുക്ക് ഫിസിക്കൽ മീറ്റിംഗ്സും വേണം. അതുകൊണ്ടാണ് നമ്മൾ ഇനി അടുത്ത് തന്നെ ഇപ്പം ഓൾറെഡി തുടങ്ങിയിരിക്കുക. പിന്നെ വെരി സൂൺ നമുക്ക് കമ്പനി മീറ്റിംഗ്സും നമ്മൾ ലൈവ് മീറ്റിംഗ്സ് നമ്മളെ ഫിസിക്കൽ മീറ്റിംഗ്സ് തുടങ്ങാൻ പോകുന്നുണ്ട് വിത്ത് ലിമിറ്റേഷൻസ്. ഇപ്പൊ ഈ ഗവൺമെന്റ് റെഗുലേഷൻ വെച്ചിട്ട് ലിമിറ്റേഷൻ വെച്ചിട്ട് കുറവാള് മേ ബി 20 ആള് 30 ആള് കുറെ ഗ്യാപ്പിൽ വെച്ചിട്ട് നമ്മൾ ആ രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. സോ വിത്ത് ദിസ് വേർഡ്സ് ഞാൻ നമ്മളെ MC നമ്മുടെ ഹോസ്റ്റും നമ്മൾ PAC ഓഫ് കേരളനെ മിസ്റ്റർ ഷ്യാമിനെ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഷ്യാം, ബാക്ക് ടു യു. താങ്ക് യു വെരി മച്ച് രാഹുൽ സർ. സാറ് പറഞ്ഞ ഒന്നിന്റെ കാര്യം ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതായത് ഈ മാസത്തെ ഓഫർ 3500 PV പേഴ്സണൽ PV പ്ലസ് 500 PV, അത് നമ്മൾ 3 ഘട്ടമായിട്ടാണ് വെച്ചത്. അത് 1-ാം തീയതി ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു സെർട്ടൈൻ ഗിഫ്റ്റ്, പ്ലസ് മന്ത് എൻഡ് ആകുമ്പോഴേക്കും അവർ 500 PV കൂടി തികയ്ക്കണം. അത് 1-ാമത്തെ ക്രൈറ്റീരിയ ആയിരുന്നു. 2-ാമത്തത് 10-ാം തീയതിക്കുള്ള 3500 പേഴ്സണൽ PV മൾട്ടിപ്പിൾ ബിൽസ് ചെയ്യാം, ആകുമ്പോഴേക്കും ഒരു 500 PV കൂടി ചെയ്യണം പേഴ്സണൽ PV. 3-ാമത്തെ ഈ 2ഉം അവസാനിച്ചു കഴിഞ്ഞു ഈ മാസത്തെ. ഇനി 3500 PVയുടെ ഈ ഒരു ഓഫർ ലഭിക്കാൻ ബാക്കിയുള്ളവർ, ചെയ്യാൻ കുറച്ച് അറിവില്ലായ്മ കൊണ്ടോ അറിഞ്ഞിട്ടില്ല എന്ന കാരണം കൊണ്ട് നമ്മൾ ചെയ്യാൻ വിട്ടുപോയെങ്കിൽ അവർക്കുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൂടിയാണ്, ഒരു അറിയിപ്പ് കൂടിയാണ്. 25-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ 3500 പേഴ്സണൽ PV ചെയ്യുകയാണ്. അതിനുശേഷം 5 ദിവസം പിന്നെയും ബാക്കിയുണ്ട്. അതിനുള്ളിൽ നിങ്ങളുടെ 500 പേഴ്സണൽ PV കൂടി ചെയ്യുന്ന കേസിലാണെങ്കിൽ നിങ്ങളുടെ കയ്യിലേക്ക് ഒരു കോഡ്സ് സീരിയൽ ആണ് കമ്പനി ഈ മാസത്തെ ഓഫറായിട്ട് നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭിക്കാൻ പോകുന്നത്. സോ കൃത്യമായിട്ട് നമ്മൾ ഓഫർ മനസ്സിലാക്കുക. റിഡംഷൻ ഈ ഓഫറിന്റെ ഭാഗമാവില്ല, റിഡംഷൻ സെപ്പറേറ്റ് ആണ്, ഓഫർ സെപ്പറേറ്റ് ആണ്. സോ ഈ ഒരു ഗിഫ്റ്റ് ലഭിക്കാൻ ബാക്കിയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ഈ ഒരു 25-ാം തീയതിക്കുള്ളിൽ തന്നെ 3500 പേഴ്സണൽ PV ചെയ്യുക. ഈ സെയിം ക്രൈറ്റീരിയ ആണ് അടുത്ത മാസവും നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഈ 2 മാസവും നമുക്ക് എല്ലാവർക്കും നമ്മുടെ ബിസിനസ്സും നമുക്ക് കഴിക്കാനുള്ള പ്രൊഡക്ട്സിന്റെയും ആ ഒരു ക്വാണ്ടിറ്റി വർദ്ധിപ്പിക്കാനുള്ള ഒരു സമയം കൂടിയാണ്. കാരണം കോവിഡ് വാക്സിൻ വന്നു, എന്ത് വാക്സിൻ അടിച്ചു കഴിഞ്ഞാലും നമ്മൾ അവസാനം നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വീണ്ടും അടുത്തൊരു ചോദ്യചിഹ്നം വരാൻ പോവുകയാണ്. നമ്മുടെ ശരീരത്തിന് എത്രത്തോളം ഇമ്മ്യൂണിറ്റി പവർ, രോഗപ്രതിരോധ ശേഷി ഉണ്ട് എന്ന ചോദ്യം വീണ്ടും ഉയരാൻ പോവുകയാണ്. സോ മാക്സിമം പ്രൊഡക്ട്സ് കൺസ്യൂം ചെയ്യുക, അതേപോലെ മാക്സിമം പ്രൊഡക്ട്സ് മാർക്കറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്കും നമ്മുടെ DXD പ്രൊഡക്ട്സിനെയും ഈ ഒരു വരുമാനത്തിന്റെ മാർഗവും എത്തിക്കുക. So with these words, I think we can wind up the session, sir. Sure. So thank you very much, our chief guest, Mr. Murali V. Nair. അദ്ദേഹം
വളരെ മനോഹരമായി നമുക്ക് ഈ സെഷൻ പ്രൊവൈഡ് ചെയ്തു തന്നു. ഇത്ര ഡിഫിക്കൽട്ട് ബിസി ടൈം ആയിട്ട് കൂടി ആ ഒരു സെഷൻ പ്രൊവൈഡ് ചെയ്തു തന്നു. സോ താങ്ക് യു വെരി മച്ച് ഫ്രം ദ ഹാർട്ട് ടു ഹിം ഓൾസോ. നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ സാർ, എത്ര പറഞ്ഞാലും മതിയാവില്ല. കാരണം എനിക്ക് പേഴ്സണലി അറിയാം, അത്രയും തിരക്കിനിടയിലാണ് അദ്ദേഹം പെട്ടെന്ന് ഈ ഒരു ഷോർട്ട് നോട്ടീസിൽ വന്നത്. രാഹുൽ സാർ, താങ്ക് യു വെരി മച്ച്. ഓൾസോ ബിനീഷ് കുമാർ സാർ, ബിനീഷ് സാറിന്റെയും ചില നോട്ടീസ് ആയിരുന്നു. ബിനീഷ് സാർ, കമ്പനി പ്രൊഫൈൽ ഒന്ന് അവതരിപ്പിക്കാമോ? ഓക്കെ ശ്യാംജി, അവിടെ ആ ഒരു മോട്ടിവേഷൻ വേറെ തന്നെ ലെവലാണ്. കാരണം നമ്മൾ പറഞ്ഞ ആ ഒരു സ്പോട്ട് കാരണം അതെ സാർ, ആ ഒരു സ്പോട്ടിൽ ഒരു വല്ലാത്തൊരു എനർജിയാണ്, ആ ഒരു പോസിറ്റീവ്. ടോട്ടലി നമ്മുടെ ടോട്ടൽ കോർ ടീം വളരെ ശക്തമായിട്ട് തന്നെ ഈ ഒരു ബിസിനസ് മുന്നോട്ട് പോകുന്നുണ്ട്. സോ താങ്ക് യു വെരി മച്ച് ഡിയർ കോ ലീഡേഴ്സ്. ഓൾസോ താങ്ക് യു വെരി മച്ച് എവരിവൺ. ഡിയർ സ്റ്റോക്കിസ്റ്റ്, താങ്ക് യു വെരി മച്ച്. ഈ ഒരു മീറ്റിംഗ് പങ്കെടുത്ത എല്ലാവർക്കും ഒരു മികച്ച ഒരു പുതുവർഷവും ധനസമ്പത്തുള്ള ഒരു പുതുവർഷമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച് എവരിവൺ. എല്ലാവരും സേഫ് ആയിരിക്കുക. ഹെൽത്ത്, വെൽത്ത് ആൻഡ് ഹാപ്പിനെസ് ടു ഓൾ. താങ്ക് യു. ബൈ. ബൈ.